ഞാൻ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളിൽ വേണ്ടത്. കൂട്ടായ ചർച്ചകളും കൂട്ടായ തീരുമാനങ്ങളുമാണ്. ഞാൻ വ്യക്തിപരമായൊരു അഭിപ്രായം പറയുന്നത് ഗുണത്തിനും ദോഷത്തിനുമാകാം. പക്ഷേ ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ആ കലക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടൊരു കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്താലേ അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയും. എനിക്കെൻ്റെ കൺമുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാനൊരു നിഗമനത്തിലെത്തി അഭിപ്രായം പറയുന്നത് ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയാണ് ആദ്യം അഭിപ്രായങ്ങൾ പറയേണ്ടത്. പാർട്ടി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, LDF പറഞ്ഞു, പാർട്ടി നയങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു, മുന്നണി നയം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെയല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാവാൻ പെട്ടെന്ന് തീരുമാനിക്കണം. പ്രതിപക്ഷ നേതാവാകാൻ അത്ര പെട്ടെന്ന് തീരുമാനിക്കേണ്ട പ്രശ്നമില്ല. നിയമസഭ ചേരുമ്പോഴേ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. അവിടെ നിങ്ങൾ ഇപ്പം തന്നെ എടുക്കണം. ആദ്യം നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ മുഖ്യമന്ത്രിയാക്കാനുള്ള ആളെ തമ്മലടിച്ച് നടക്കുകയാണ്. അതാ പ്രശ്നം. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷമുണ്ടോ? ഇനിയിപ്പോ പ്രതിപക്ഷം ഇല്ലാതെ, മുഖ്യമന്ത്രി ഇല്ലാതെ ആ ഭരണം അങ്ങ് പോയാലോ? പിന്നെ പ്രതിപക്ഷം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രതിപക്ഷ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഇല്ലാത്തത് കൊണ്ട് ഒരു ഭരണം ഉണ്ടാകുന്നില്ല. പിന്നെ പ്രതിപക്ഷമുണ്ടോ? പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ ഇവിടെ അതാണ്, മുഖ്യമന്ത്രി ഇല്ലാതെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. ഗ്രൂപ്പുകൾ മത്സരമാണ്. ആ മത്സരം മൂർച്ഛിച്ച് മുഖ്യമന്ത്രിയെ വേണ്ട എന്നുള്ള നിലയിലെത്തി. BJPയുടെ കൈവശം ഒരായുധമാവുകയാണെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട പ്രശ്നമുണ്ടോ? സെബാസ്റ്റ്യൻ പോളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. അത് അണികളെ കേട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഞങ്ങൾ ശരിയായ നിലയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക. അങ്ങനെ ഞങ്ങൾ നിശ്ചയിച്ചതിൽ എന്തെങ്കിലും പെശകുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ഇതൊക്കെ വിശദമായി പരിശോധിച്ചാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ആ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്.